അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ പ്രതീക്ഷയോടെയാണ് ഐഷു അന്ന് ഹബീബ് ഉസ്താദിന് അരികിലേക്ക് സ്കൂൾ വിട്ട് ഓടിച്ചെന്നത്. ഇക്ക ഉം, പോകാം. എന്തിക്ക ഒന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല. നീ ഇന്ന് ആഷിൻ്റെ കൂടെയല്ലേ പോകുന്നത്? അതെന്താ ഇക്ക? ഇക്ക പറഞ്ഞല്ലോ ഇനിയൊന്നും ഞാൻ നിന്നെ കൊണ്ടാക്കി തരാന്നുള്ളത്. അല്ല, എനിക്കൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നു. അല്ലിക്ക, അപ്പോൾ പാസ്പോർട്ടിൻ്റെ അപേക്ഷ? അതൊക്കെ ആലോചിക്കട്ടെ. അതെന്താ? ആലോചിക്കട്ടെ ഒന്ന്. എന്തിക്ക? അതാ ആശി വരുന്നു, പോയിക്കോ. അവൾ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അതാ ഹബീബ് ഉസ്താദിൻ്റെ അരികിൽ തന്നെ പതുങ്ങിയിരുന്നു. എന്താ, പോകുന്നില്ലേ? ഹബീബ് ഉസ്താദിൻ്റെ കൂടെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഐഷു നിൽക്കുന്നത് കണ്ട ഐഷു നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലേ, എന്നാൽ ശരി, ഓക്കെ ബായ് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. പോയിക്കോ അവൻ്റെ കൂടെ. ഒരു നിമിഷം അവൾക്ക് എന്ത് റബ്ബേ ഇതിങ്ങനെ. ആഷിക്ക, ആഷിക്ക, ദേ ഞാൻ വരുന്നുണ്ട്. അവൾ അതാ ആഷിയുടെ അരികിലേക്ക് ഓടി. എന്നാൽ ഒന്ന് അവൾ തിരിഞ്ഞു നോക്കി. അതെ, ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന തൻ്റെ ഹബീബ് ഉസ്താദിനെയാണ് കണ്ടത്. റബ്ബേ, എന്തെങ്ങനെ ഒരു നോട്ടം, എനിക്കറിയുന്നില്ലല്ലോ. നിനക്കൊന്ന് നിൻ്റെ ഫോൺ വേണ്ടേ? എന്നാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇക്ക ഇന്ന് വരുന്നില്ലേ വീട്ടിലേക്ക്? ഞാനില്ല. പെണ്ണേ, ഐഷു കയറണെന്ന് കയറ്. ആങ്ങളുടെ വാക്കുകേട്ട് അവൾ ബൈക്കിൽ കയറി. ഒരിക്കലും കൂടി തൻ്റെ ഹബീബ് ഉസ്താദിനെ അവൾ നോക്കി ഇല്ല. അദ്ദേഹം തിരിഞ്ഞു നടന്നിരുന്നു. എന്തു പറ്റി? ഇങ്ങനെയല്ലല്ലോ, എന്നിട്ട് ദേഷ്യത്തിൽ എന്നെ ഒരുപാടെടുത്ത് സന്തോഷിച്ച് എനിക്കുള്ളതെല്ലാം വാങ്ങിത്തന്ന് ഇനിയൊരു പക്ഷേ ഞാൻ ലീഡർ സ്ഥാനം അവൾക്ക് മാറിക്കൊടുത്തുകൊണ്ടായിരിക്കുമോ എന്നോട് ദേഷ്യം? പഠിച്ചോനെ അല്ലാ, ഞാൻ എന്തായാലും ഉംറക്കൊക്കെ പോവല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും 15 ദിവസമൊക്കെ ലീവ് എടുത്ത് ലീഡർ സ്ഥാനം ഇല്ലാത്തൊരു കോളേജ് ആവണ്ട എന്ന് കരുതി. പിന്നെ ഹാദ്യക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്ഥാനമാനങ്ങളെന്ന് പറഞ്ഞാൽ. അത് എനിക്ക് അന്നും പ്രതീക്ഷിക്കാതെ സ്ഥാനം കിട്ടി, ഇപ്പോഴും കിട്ടി. അപ്പോൾ പിന്നെ ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു കൊടുത്തതാണ്. ആഗ്രഹിച്ചതൊക്കെ ലഭിക്കണ്ടേ, നമ്മൾ വെറുതെ നിരാശപ്പെടുത്തി ഇനിയിപ്പോൾ എന്നോട് ശത്രു അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് കൊടുത്തു. ഞാൻ ആരോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. അതോ എൻ്റെ ഹബിക്ക് അതായിരിക്കുമോ? ഏയ്, അതപ്പോൾ എന്നോടിപ്പോൾ ഇത്രമാത്രം ക്ലാസ്സിലും കയറിയില്ലല്ലോ. ക്ലാസ്സിൽ കയറിയിട്ട് അപ്പോഴും എഴുതാനൊന്ന് പുറത്തേക്ക് പോയി. എന്താണാവോ, എന്നോട് മാത്രമല്ല അതുകൊണ്ട് ദേഷ്യം, അറിയില്ല. ഐഷു, ആഷിക്ക് വിളിക്കുന്നു. എന്താ ആഷി? എന്താ നീ ഒന്നും മിണ്ടാതെ ആലോചിക്കുന്നു? അല്ല, ഇന്നെന്താ നീയല്ലേ പറഞ്ഞത് ഇനി ഞാനെന്നും ഹബിക്കയുടെ കൂടെ ആയിരിക്കും പോവാന്ന്. എന്താ നീ ഇന്ന് എൻ്റെ കൂടെ വന്നത്? ഒന്നുമില്ല, അത് ഇക്കാക്ക് ഇങ്ങോട്ട് പോകണ്ടെന്ന് തോന്നുന്നു. ഒറ്റക്കൊക്കെ പോവോ? ഒറ്റക്ക് പോവാറില്ലല്ലോ. പോകുകയാണെങ്കിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഒരാളുണ്ടാവുമല്ലോ കൂടെ. ഇന്നിപ്പോൾ എന്താ? ആഷി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ആഷി കളിയാക്കണ്ട, ഇന്നെന്തോ അർജൻറ്റായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അർജൻറ്റായിട്ട് ഐഷു ഇല്ലാതെ ഹബീബ് ഉസ്താദ് എങ്ങോട്ട് പോവാൻ? അങ്ങനെ അത് പതിവില്ലല്ലോ. ഇതെന്തു പറ്റി? അതെ ആഷിക്ക, അത് ഞാൻ വരുന്നതിന് മുമ്പ് ഹബീബ് ഉസ്താദ് ഒറ്റക്കല്ലേ ജീവിച്ചിരുന്നത്? അവർക്കങ്ങനെ എന്തൊക്കെ ചുറ്റുപാടുണ്ടാവും. എപ്പോഴും വൈഫിനെ കൊണ്ട് നടക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ. ഓ അങ്ങനെ അല്ല ഷു, ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തിക്ക? അല്ല, നീ എന്ത് പണിയാണ് കാണിച്ചത്? അത്രയും സപ്പോർട്ട് നിനക്ക് ഉണ്ടായിട്ടും നീ എന്താ നിൻ്റെ സ്ഥാനം നീ ഒഴിവാക്കിയത് വേണേ? ഞാൻ അറിയായിട്ട് ചോദിക്കുകയാണ്. ആങ്ങളിയുടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ പറഞ്ഞു. ഇക്ക, ആഷിക്ക, നമ്മളേറെ പ്രതീക്ഷിച്ച സ്ഥാനം കിട്ടാതെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വിഷമായിരിക്കൂലേ? എന്നാൽ സ്കൂൾ ലീഡറാണെന്ന് അധികമായിട്ട് ആഗ്രഹിച്ചത് അതവൾ ഹാദ്യയാണ്. ഞാൻ വിചാരിച്ചു എന്നും എന്തിനവളെ വിഷമിപ്പിക്കണേ. അവൾക്കങ്ങ് വിട്ടുകൊടുത്തു. എന്താ, അതുകൊണ്ട് സമാധാനമായിട്ടുണ്ടാവുമല്ലോ. ശരിയാണ്, പക്ഷേ ഹാദ്യ അത് സ്കൂളിലെ പല കുട്ടികൾക്കും ഇഷ്ടമല്ലല്ലോ. എന്തിനേറെ ഉസ്താദുമാർക്ക് വരെ വലിയ ഇഷ്ടമല്ലോ അവളെ. കാരണം ഓളോരോ തർക്കുത്തരങ്ങളും ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ പിന്നെന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നാലും അവൾ കേസ് കൊടുക്കും, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ടീമാണ്. അപ്പോൾ അവളോട് കൂടുതലും ഇടപഴകാനൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇനി എന്തൊക്കെയാണാവോ. ഇക്ക, അതെ, അത് അവളൊക്കെ റെഡി ആയിക്കോളും.
അവള് ഇനിയിപ്പോൾ നന്നായൊക്കെ ചെയ്തോളും, എന്തെങ്കിലും പഠിച്ചോളും, സ്വഭാവം നന്നാക്കട്ടെ. ശരിക്കും തൻ്റെ പെങ്ങളുടെ മനസ്സ് കണ്ട് ആശി പറഞ്ഞു, എൻ്റെ പെങ്ങളെ നീ തന്നെയാണ് ഒരു മുത്ത് കേട്ടോ, നീ മുത്താണ് എൻ്റെ പെങ്ങള്. അങ്ങനെ തന്നെ വേണ്ടത്. നമ്മൾ ഒരാൾക്ക് അങ്ങനെ അബദ്ധം പറ്റണം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റണം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എല്ലാവരും നന്നാവട്ടെ എന്ന് ചിന്തിക്കണം. എന്തായാലും നിൻ്റെ മനസ്സ് തിരക്കിടില്ല. ആ, കുറച്ചൊക്കെ അവൾ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടല്ലോ നിന്നെ. സത്യമായിട്ട് ആഷി എപ്പോഴും ഉസ്താദിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ പലതും വന്ന് കളിയാക്കുന്നു. സാരല്ല, അതൊക്കെ എന്തായാലും ഓളെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾ ലീഡർ സ്ഥാനത്ത് തുടരട്ടെ. ലേക്ക, നിന്റെ മനസ്സ് ഏതായാലും നല്ല മനസ്സാണ് എൻ്റെ ഐഷു, എന്നും അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്നെന്താ ഹബീബിൻ്റെ കൂടെ നീ പോകാനത്? എൻ്റെ പൊന്നാരിക്ക, അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട, എന്താ അറിയില്ല. എന്തായാലും വീട്ടിലെത്തട്ടെ, മെസ്സേജ് അയച്ചു നോക്കണം. അങ്ങനെ അതാ അവർ വീട്ടിലെത്തി. ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അല്ല മക്കളെ, ഹബി എവിടെ? ഇന്ന് ഹബീബ് ഉസ്താദ് എങ്ങോട്ടോ പോയിക്കണ്. ആ, അങ്ങനെ ഇന്ന് ആങ്ങളുടെ കൂടെ ഇല്ലായിട്ട് വലിയ പരാതിയായിരുന്നു കേട്ടോ. പറയായിരുന്നു ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ ആശയില്ലായിട്ട് ഒരു രസമല്ല എന്നൊക്കെ പറയായിരുന്നു. ഇന്ന് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വന്നല്ലോ അല്ലേ? ആ, എന്നാൽ പോയി ചായ കുടിക്കുക. ഉമ്മ ഒന്ന് ഫ്രഷ് ആകട്ടെ. എന്നാൽ വേഗം ഫ്രഷായി വരി. ഉമ്മ ഇന്ന് നല്ലേ ഇണ്ണിത്തണ്ടും മുതിരി ഉണ്ടാക്കി വെച്ചിക്കണ്. അയ്യേ, ഈ ഉമ്മ എന്തിങ്ങനെ? എന്താ പെണ്ണെ, എന്നും കരിച്ചവും പൊരിച്ചും അത്ര നല്ലോന്നല്ല. ഉണ്ണിയപ്പായിട്ടും പഴംപൊരിയായിട്ടും കലത്തപ്പായിട്ടും എന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. ഇന്നേ ഇതാ നല്ലത്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ലതുമാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയൊക്കെ ഉപയോഗിച്ചൊക്കെ തിന്നാ, എണ്ണിത്തണ്ടും മുതിരയൊക്കെ ഇങ്ങനെ തിന്നണ പോലെ. അത് രസമാണ്. എന്താ, എനിക്ക് വേണ്ടുമ്മ ഇത്. പെണ്ണെ, ഇതൊക്കെ നല്ലതാണ്. നമ്മൾ ശരീരത്തിന് കുറച്ചൊക്കെ നല്ലത് കൊടുക്കണ്ടേ? വെറും ഈ കരിച്ചവും പൊരിച്ചും ആയാലേ ശരീരത്തിന് കേട് പറ്റും മോളെ. അതുകൊണ്ടാണ് ഉമ്മ പറയണത്. ഒരു വായ വെട്ടിയപ്പോളേ അതിൻ്റെ എണ്ണിക്കാമ്പ് നല്ലതാണ് വിചാരിച്ചെടുത്ത് ആണിത്തട്ട് ഉപ്പേരും വെച്ചേക്കണം. ഇന്ന് അതൊക്കെയാണ് കൂട്ടി തിന്നൂടി. പിന്നെ ഹബി വരികയാണ്. ഓൻ പിന്നെ ചോറിന് നിൽക്കൂലല്ലോ, ചോറിനും ചായക്കൊന്നും ഓൻ നിൽക്കൂല. ഓന് വലിയ ബിസിയാണ്. ആ ഉമ്മ, ഓൻക്ക് ഐഷുവിന് കിട്ടിയാൽ മതിയല്ലോ, എന്നാൽ പിന്നെ ചോറും ചായൊന്നും വേണ്ടല്ലോ. ഐഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഷിക്ക് പോടുന്ന്. അല്ല പെണ്ണെ, തുടങ്ങി രണ്ടും കൂടെ. ഓളാണെങ്കിൽ ഓൻ പറഞ്ഞനുസരിച്ച് ചൂടാവാനും, ഓനാണെങ്കിൽ ഓളെ ചൂടാക്കാനായിട്ടും നിൽക്കുക. ഏതായാലും തരക്കടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഹബി ഉണ്ടാകണേ നല്ലത്. എന്നാൽ പിന്നെ അത്ര ഓള് കൊഞ്ചൂല. ഉമ്മ ഇക്കൊക്കെ പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട്. എന്താടി, അങ്ങനെ തന്നെ അല്ലേ? എൻ്റെ മാപ്പിള ഇവിടുന്ന് ചോറും കഴിക്കൂല, ചായയും കുടിക്കൂല. അങ്ങനെയാണ് നട്ടപ്പാതിരാക്കെ കയറി വരും, സുബീക്ക് എണീറ്റ് പോവുകയും ചെയ്യും. അതാണ് സംഭവം. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോകണ്ട ചെക്ക അവിടുന്ന്. ഓരോന്ന് പറഞ്ഞ എന്നെ കൊണ്ടൊരു പെണ്ണിട്ടിക്കണം ഫസ്റ്റ്. എൻ്റെ ഉമ്മോ, ആയുഷുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പോരേ? അല്ലെങ്കിൽ എൻ്റെ പെണ്ണിനെ എവളെങ്ങാണ് നാത്തൂമ്പോര് കാട്ടിയാലോ? എന്നും ഉണ്ടാതിരുന്ന എൻ്റെ ആശയെ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടണത്? സ്വാലിഹായ നല്ല പെൺകുട്ടികളെ കിട്ടട്ടെ. നാത്തൂപ്പോരൊന്നും അമ്മായിമ്മ പോരുണ്ടാവില്ല കേട്ടോ. നാത്തൂമ്പോര് എനിക്കറിയില്ല. എന്നാൽ ഐഷു പറഞ്ഞു, നാത്തൂമ്പോര് കുറച്ചൊക്കെ ഞാൻ കാട്ടും. പിന്നെന്താ, എനിക്കും ഉണ്ടാവില്ല കാട്ടാ ഒരു പൂതി. ഓരോന്നിനും പറഞ്ഞു കേൾക്കാം, അമ്മായിമ്മ പോര് നാത്തൂമ്പോര് നിൽക്കുക. എടി പെണ്ണെ, അനക്കൂല്ല എവിടെ ഒരു നാത്തൂന്? അമ്മായിമ്മ ഇല്ലേ? എന്താ മട്ടെന്നാവും. എന്തായാലും നല്ല പോരത്തികളാട്ടെ. എൻ്റെ കുശുമ്പൊന്ന് മാറണം. എൻ്റെ പൊന്നാരെൻ്റെ ആശിജ് എന്തൊക്കെയാണ് ഈ പറയണത്? അങ്ങനെയൊന്നുമില്ല. ഉസ്താദ്മാരെ പെങ്ങന്മാരും ഉമ്മാരൊക്കെ ആവുമ്പോഴേ ഓൾക്ക് വിവരമൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ ഓൾക്ക് അറിയാം ഓലെ മോളെപ്പോലെയാണ് നോക്കേണ്ടത് എന്നൊക്കെ. ഓലൊന്നും എൻ്റെ കുട്ടിയൊന്നും കാട്ടൂല. എൻ്റെ പൊന്നാരുമ്മ, അവർ പാവങ്ങളായിരിക്കും, ഇവളായിരിക്കും കുശുമ്പത്തി. ആഷിക്ക, ഒന്നും മിണ്ടായിരുന്നാ നിങ്ങൾ? ഉമ്മ ഉണ്ടാക്കിയ എണ്ണിത്തണ്ടും മുതിരയും തിന്നാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ ഒന്ന് കഴിച്ചുകൂടി പെണ്ണെ. അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലതേ. മുതിര തിന്നാൽ കുതിരശക്തി ഉണ്ടാവുന്നാ. അവിടെ തിന്നൂട്. എന്നും ഈ കരിച്ചവും പൊരിച്ചോ എന്താ വേണമെന്ന് വെച്ചാൽ ആ തിന്നൂട്. ആ, കണ്ണും ചിമ്പിയായിട്ട് തിന്നൂട്. അങ്ങനെ തന്നെയാണ്. അതൊക്കെ പള്ളിയിൽ കാണാം. എന്നാൽ തന്നെ പെൺകുട്ടികൾ നന്നാവുള്ളൂ. മറ്റ് എന്നും ഈ എല്ല് പോലെ നിൽക്കലാണ്. എന്നാൽ അതൊന്ന് തടിച്ച് കാണുക. ഉമ്മ, തടിക്കൊന്നും വേണ്ട. തടിച്ച ബോറാണ് ഉമ്മ. തടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ ഈ ആൾക്കാർ നോക്കിയെന്നോ. പിന്നെ ആണുങ്ങൾക്കായാലേ കുറച്ച് തടിയൊക്കെ വേണം. ഓൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അല്ലാതെ വെറും എല്ലും കോലായിട്ട് ഇഷ്ടമില്ല. ആഷിക്ക, ഞാൻ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല തടിയൊക്കെ ഇല്ലേ? ഉണ്ട്. ശരിക്കൊരു കൊള്ളിമുലൊരു ശീല ഇറ്റിയ പോലെ ഉണ്ട്. അങ്ങനെയൊന്നല്ല മോനെ, കുറച്ചൊക്കെ ഉണ്ട് അല്ലേ? ഇനി കുറച്ചും കൂടെ വേണം. മതി ഇനി കൂടണ്ട. ഹബീബ് ഉസ്താദിന് ഇതാണ് ഇഷ്ടം. ഓ, എന്ത് പറഞ്ഞാലും വരും ഒരു ഹബീബ് ഉസ്താദ്.
അവൾ അതെല്ലാം കഴിച്ച് നേരെ റൂമിലെത്തി തൻ്റെ ഫോൺ എടുത്തു. എന്നാലും എൻ്റെ ഹബിക്ക് എന്തായിരിക്കും ഇങ്ങനെ ആയത്? എന്താ എന്നോട്? അവൾ മെസ്സേജ് അയക്കുന്നു. ഹായ്, അസ്സലാമു അലൈക്കും. പഠിച്ചോനെ, ഹബിക്ക ഓൺലൈനിലില്ലല്ലോ. ഓ, 5 മണിക്ക് പോയതാണല്ലോ. ഇതെന്തു പറ്റി? മറ്റത് ഞാൻ ഫോൺ എടുക്കുമ്പോഴേക്കും ഉണ്ടാവുമല്ലോ. വിളിച്ച് നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട. ഹബീബ് ഉസ്താദ് അതാ. ഫോണേ നോക്കിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയൊരു ചിന്തകൾ. പഠിച്ചോനെ, എന്നോടൊരു വാക്കവൾ പറഞ്ഞില്ല. എന്തൊക്കെ ഉണ്ടായിട്ടും എൻ്റെ മനസ്സ് പിടയാണ്. ഉംറക്ക് പോകണം, പാസ്പോർട്ടിന് അപേക്ഷിക്കണം, പാസ്പോർട്ട് എടുക്കണം, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങ് വെള്ളത്തിലായ പോലെയായി. സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിന് വല്ലാത്ത സങ്കടമായിരുന്നു. ഹബീബ് ഉസ്താദ് അന്ന് വീട്ടിലേക്ക് നേരെ റൂമിലേക്ക് പോയി വാതിലടിച്ച് കിടന്നു. മോനെ, മോനെ. ആ, എന്താ മോനെ നീയ്? അല്ല, ഇന്ന് പൈസൻ്റെ അടുത്തേക്കൊന്നും പോയില്ലേ? ഇല്ല. എന്തിന്? എന്താ മോനെ അങ്ങനെ പറയണത്? ഒന്നുമില്ലമ്മ, ഒക്കെ ഓരോന്നും നമ്മൾ പെട്ടുപോയതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നാര കുട്ടിയെ, എന്തൊക്കെയാ ഈ പറയണത്? ഒന്നുമില്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞാലൊക്കെ അങ്ങനെ തന്നെ അല്ലേ? കല്യാണം കഴിഞ്ഞാൽ നിൽക്കാൻ കഴിഞ്ഞാലൊക്കെ പിന്നെ ഓല കാര്യം കുറച്ച് നോക്കേണ്ടി വരും, ഓല ഒപ്പം പോകേണ്ടി വരും. അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, എനിക്കിപ്പോൾ എന്ത് ദേഷ്യം? ഒന്നുമില്ല എൻ്റെ ഉമ്മ. അല്ല, നീ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഉമ്മ ആയുഷ് വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ, വലിയ ഇലക്ഷൻ നടന്നിരിക്കുന്നു. എന്താ സന്തോഷം തന്നെ മുഖത്ത് കാണില്ലേ? ആ, വിജയിച്ചിരിക്കുന്നു. നിങ്ങളെ മരുമകൾ ആ സ്ഥാനം മാറ്റി കൊടുത്തും ചെയ്തിരിക്കുന്നു. എന്ത്? അല്ലേ, അവിടെ ഹാദ്യ പറഞ്ഞൊരു പെണ്ണുണ്ട്, ആ പെണ്ണിന് വേണ്ടി കൊടുത്തിക്കണ്. ആ, എനിക്ക് തോന്നുന്നപ്പോൾ ഹാദ്യയാണ് ഒന്നുകൂടെ നല്ലതെന്ന്. ചതിക്കാറിയില്ലല്ലോ. എൻ്റെ പൊന്നാര ചെക്ക, ഈ എന്തീ പറഞ്ഞൊന്ന് തെളിയിച്ച് പറ. ഒന്നുമില്ല എൻ്റെ ഉമ്മ. എന്നാൽ പെങ്ങള് പറഞ്ഞു, ഉമ്മ, ഹബിക്കാക്ക് എന്തോന്ന് മനസ്സ് കുടുങ്ങിക്കണല്ലോ. അല്ലേ ഇങ്ങനല്ലല്ലോ, ഇങ്ങനെ റൂമിലൊക്കെ പോയിരിക്കുമോ? ഹബീബ് ഉസ്താദ് നേരെ റൂമിൽ നിന്നിറങ്ങി സിറ്റ് ഔട്ടിൽ പോയി പുറത്തേക്ക് നോക്കിയിരുന്നു. അല്ലെങ്കിൽ പത്രം അരിച്ച് വെറുക്കുന്ന ആളാണെന്നോ. പത്രമില്ല, ഒന്നുമില്ല, അതവിടെ പുറത്ത് പോയിക്കണ്. അബിക്ക, എന്താടി? എന്താ അബിക്ക അവിടെ പോയിക്കണേ? ഒന്നുമില്ല, ഞാൻ പോവാണ് ഗൾഫിലേക്ക്. ഓ, അതെന്താ, സ്കൂളിൽ നിന്നൊക്കെ ഒഴിവാക്കി പോവാണോ? ആ അതെ, ഇനി ഇവിടുന്ന് ശരിയാവില്ല. എങ്ങോട്ട് പോകുന്നത്? ഞാൻ ജിദ്ദ മക്കയിലേക്ക് പോകണം, അവിടെ എന്തെങ്കിലും ജോലി നോക്കണം, ഉംറയൊക്കെ ചെയ്യണം, അതാണ്ട് ആഗ്രഹം. എൻ്റെ പൊന്നാരിക്ക, എന്തത് പെട്ടെന്നുള്ളൊരു തീരുമാനം? വേറെ എന്തൊക്കെ പ്ലാനൊക്കെ കേട്ടിരുന്നല്ലോ. 2 പേരും കൂടി പോവുകയാണെന്നോ, പാസ്പോർട്ടിന് കൊടുക്കുകയാണെന്നോ, അങ്ങനെയൊക്കെ. ഇതെന്തു പറ്റി? അത് തൽക്കാലം ഇപ്പോൾ ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് തന്നെ മതി. ഒറ്റക്ക നല്ലത്, സമാധാനം ഉണ്ടാവുമല്ലോ. അല്ലിക്ക, എന്താ പറ്റിയത്? പെട്ടെന്ന് 2 പേരും പിണങ്ങിയോ? എന്തിന് പിണങ്ങണ്ടെന്നൊരു ആവശ്യമില്ലല്ലോ. പിന്നെന്താ? ഇക്കയല്ലേ പറഞ്ഞത് ഉംറക്ക് പോകണം എന്നൊക്കെ. ഞാനും അവളും കൂടി പോവുകയാണ്. ഉമ്മ പറഞ്ഞല്ലോ, എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് പോയാൽ പോരെ. അപ്പോൾ ഇക്കയല്ലേ പറഞ്ഞത് നിക്കാഹല്ലമ്മ പ്രധാനം. നിക്കാഹ് കഴിഞ്ഞില്ല, അതിന് മേലുണ്ടോ കല്യാണം? കല്യാണം എന്ന് വെച്ചാൽ ജസ്റ്റ് ആളുകളെ വിളിച്ചൊരു ഫുഡ് കൊടുക്കലൊക്കെ അല്ലേ. നിക്കാഹല്ലേ പ്രധാനം എന്ന് പറഞ്ഞത് ഇക്ക തന്നെയല്ലേ. ഇപ്പം എന്താ, അതൊന്നുമില്ലേ? നോക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കല്ലേ. വേഗം പാസ്പോർട്ട് ഒക്കെ സെറ്റാക്കി അങ്ങോട്ട് കയറണം. ഇവിടെ എന്നാൽ ശരിയാവില്ല, ഇവിടെ വെറുതെ. അല്ലിക്ക, മറ്റ് സ്കൂളിലേക്ക് കോളേജിൽ പോകാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. ഇന്നലെ വന്നതുമില്ല ഇങ്ങോട്ട്. ഇന്ന് വന്നിട്ടെന്താ ഇങ്ങനെ? പെങ്ങളുടെ കുത്തിയുള്ള ആ ഒരു ചോദ്യം കേട്ട് ഉസ്താദ് പറഞ്ഞു, എടി പെണ്ണെ, ഒന്ന് മിണ്ടായിരിക്കുന്നു നീയെ, ഒന്ന് ശ്വസത്തിന് സമാധാനം തരുമോ? ഇക്ക എന്നോട് ദേഷ്യപ്പെടാറില്ല, ഇതെന്താ ഇങ്ങനെ? ഇക്കൊക്കെ എന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എൻ്റെ മുമ്പ് നിന്ന് മാറ്. പഠിച്ചോനെ, ഇക്കെന്താ എത്ര ദേഷ്യത്തിൽ? ഞാൻ പോയിക്കോളാവേ. അതും പറഞ്ഞ് പെങ്ങൾ അവിടെ നിന്ന് പോയി. സത്യം പറഞ്ഞാൽ ദേഷ്യം മുഴുവൻ അവളോട് തീർത്തോ എന്ന് വരെ തോന്നിപ്പോയി. പഠിച്ചോനെ, എന്തിനാണ് എൻ്റെ പെങ്ങളോട് ഞാൻ അതൊക്കെ പറയണത്? എടി പെണ്ണേ, എടി, എന്താ പിണങ്ങിയോ? ഇക്ക എന്തിനാ എന്നെ ചീത്ത പറയണത്? ഞാൻ എന്ത് പറഞ്ഞോ? സോറി മുത്തേ, സോറി കേട്ടോ. ഇക്കാക്ക് ചിലപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാലേ ആരേതെങ്കിലും പറഞ്ഞു പോവാണ്. പിന്നെ പറയാൻ നിന്നെയൊക്കെ അല്ലേ പറ്റുള്ളൂ, വേറെ ആരെയും പറയാൻ പറ്റില്ലല്ലോ. നീ എൻ്റെ പെങ്ങളല്ലേ, പെങ്ങളാവുമ്പോൾ പറഞ്ഞൊരു കുഴപ്പമില്ലല്ലോ അല്ലേ. ക്ഷമിക്കണം കേട്ടോ. ഇല്ല കാക്ക, പക്ഷേ ഇക്കാക്ക എന്നെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. സാരല്ല, മോള് പോയിക്കോ. പെങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതാ വിടുന്നു. എന്നാൽ ഈ സമയം അവൾ വീണ്ടും മെസ്സേജ് അയക്കുന്നു. ഹായ്, എവിടെ? ഓൺലൈനിലൊന്നും കാണുന്നില്ലല്ലോ.
അവൾ അത് നോക്കി നിന്നു. അത് ഡബിൾ ടിക്ക് ആവുന്നതും ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നതും നോക്കി നിന്നു. ഇല്ല, ആവുന്നില്ല. ഓൺലൈനിൽ തന്നെ പോയിട്ട് ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ ഫോണിലേക്ക് വിളിച്ചു നോക്കി. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നേ ഇല്ല. ഇതെന്താ സൈലൻ്റ് എങ്ങാനും ആക്കിയോ? അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോൾ കണ്ട അപ്പം തിരിച്ചു വിളിക്കുന്ന ആളാ. ഇതെന്തു പറ്റി? എന്നാൽ ഉസ്താദ് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നോക്കിയത് പോലുമില്ല. ഒരു പക്ഷേ ഞാൻ വാട്സപ്പ് തുറന്നു നോക്കിയാൽ അവൾ വിചാരിക്കും ഞാൻ ഓൺലൈനിലുണ്ടെന്ന്. അറിയണ്ട, അവിടെ നിൽക്കട്ടെ. എന്താന്നില്ലേ, ഞാൻ അറിയാതെ മറ്റൊരു ബന്ധം. അതുമല്ല, എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ഫ്രീ ആക്കി കൊടുക്കുമായിരുന്നു. അതെ, എന്ത് ചെയ്യാൻ? ഓളെ മുഖം എൻ്റെ മനസ്സിലേക്ക് വേഗം കയറിക്കൂടി. അതെൻ്റെ ഹൃദയത്തിൽ വല്ലാതങ്ങ് പതിഞ്ഞു. അതെ, ഞാൻ ആ നറുക്കെടുത്ത സമയം, അവൾ ആ സ്റ്റേജിലേക്ക് കയറി വന്ന സമയം, ശരിക്കും എന്താണെന്നറിയില്ല, പാൽനിലാവ് പോലുള്ള അവളുടെ ആ പുഞ്ചിരി, അത് എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, റബ്ബേ, എൻ്റെ പെണ്ണായിരുന്നെങ്കിലെന്ന്. എന്നാൽ നറുക്കെടുപ്പും കിട്ടലും ആശയോട് സംസാരിക്കലും എല്ലാം കൂടി ആയപ്പോൾ അത് പെട്ടെന്ന് സെറ്റായി. എന്നാൽ ഓൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് മറ്റൊരാളുണ്ടെന്ന്. പക്ഷെ അവൾ പറഞ്ഞില്ല. ഓൾ പറയാതെ എന്നോട് മറച്ചു വെച്ചു. ഇപ്പോഴിതാ ഓരോരുത്തരൊരു മെസ്സേജ് അയക്കുന്നു. ഫോണെടുത്ത് എറിയാനാ തോന്നിയത്. എന്നാൽ പാവം ഐഷു ഉസ്താദിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയായിട്ടും ഉസ്താദ് എടുക്കുന്നില്ല. അത് മാത്രമല്ല, കമൻസും നോക്കുന്നില്ല, മെസ്സേജസ് നോക്കുന്നില്ല. ഉസ്താദ് കുറച്ചു കഴിഞ്ഞപ്പോൾ അകത്ത് ചെന്ന് ഫോൺ നോക്കി. ലാ ഹൗല വല 18 മിസ്ഡ് കോള്. അടിക്കട്ടെ, അവള് അടിക്കട്ടെ, എന്നെ തന്നെ അടിക്കട്ടെ. എന്നാലും എൻ്റെ ഐഷ, നീ എന്നോടിത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കി തരുമായിരുന്നു. അതെ, പക്ഷെ നീ മിണ്ടിയില്ല. പിന്നീട് ചതിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു തരാനും കഴിയില്ല. എന്നാൽ ഈ സമയം അതാ ഹാദിയ. ഒരു ഭാഗത്ത് അവൾക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ആയിഷ തന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഒന്നും വേണ്ടില്ലായിരുന്നു എന്നും തോന്നി. ഒരു പക്ഷേ ആളറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഞാൻ തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനു നന്ന്. അത്രക്കും നല്ല സ്വഭാവമുള്ള ആയിഷയെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു റബ്ബേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തൽക്കാലം മിണ്ടാതിരിക്കാം. എന്തായാലും സ്ഥാനം കിട്ടിയല്ലോ, ഇനി കോളേജിൽ നിന്ന് ഭരിക്കാം. പിന്നെ എനിക്ക് ആ കാര്യം അറിയാഞ്ഞാൽ മതിയായിരുന്നു. അത് ആരെങ്കിലും അയച്ച മെസ്സേജാ വിചാരിച്ചോട്ടെ. അവളുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ട്. അതെ, എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനു നന്ന്. ഓൾ എന്ത് വിചാരിക്കും? ഓൾക്ക് ആദ്യം എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു. പക്ഷെ ഇവൾ അതങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവളോട് സഹതാപമാണ് തോന്നിയത്. എന്നാൽ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ എൻ്റെ മനസ്സിനുള്ളിൽ, സത്യം പറഞ്ഞാൽ ഹാദിയക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പുറത്ത് പറയുവാനും വയ്യ, ഒളിച്ചു വെക്കുവാനും വയ്യ എന്ന് പറഞ്ഞ പോലെ അതിലെന്തൊക്കെ ഞാൻ എഴുതി കൂട്ടി. എൻ്റെ ഫോണിൽ ഡിലീറ്റും ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. എന്തിനു നന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഹാദിയക്ക് ചെറിയൊരു കുറ്റബോധവും തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയൊക്കെ കാട്ടിയിട്ട്. പിന്നെ അവൾ വിചാരിച്ചു, ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല. അഥവാ ഉസ്താദ് ഐഷുവിനെങ്ങാനും ഇതിൻ്റെ പേരിൽ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുമല്ലോ ആ സുന്ദരമായ പവിഴമുത്തിനെ. ഹാദിയുടെ മനസ്സിൽ അങ്ങനെയും ചിന്തകൾ ഉയർന്നു. എന്നാൽ പാവം ഐഷു ഹാദിയയ്ക്ക് വേണ്ടി എല്ലാ സ്ഥാനവും ഒഴിഞ്ഞു കൊടുത്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹത്തിൽ മാത്രം വിചാരിക്കാമെന്ന് കരുതി നിന്നപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അവൾക്ക് സങ്കടം വന്നു. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്ത് ഫോൺ എടുക്കാത്തത്? പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്തത്? ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് എത്ര വലിയ തെറ്റാണോ? എനിക്ക് തോന്നുന്നില്ലല്ലോ. പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാം? ആദ്യം ഒരു നിമിഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ, എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മനസ്സിലുള്ള വിഷമം നീ തീർത്തു കൊടുക്കല്ല. ഒരു നിമിഷം അവൾ തസ്ബീഹ് മാലയെടുത്ത് ചൊല്ലുവാൻ തുടങ്ങി. യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് ചൊല്ലിയാൽ അള്ളാഹു അവരുള്ള സ്നേഹം വർദ്ധിപ്പിക്കും എന്ന് അവൾ കേട്ടിട്ടുണ്ട്. അവൾ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു. യാ വദൂദ് യാ അല്ലാ,
യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ. ഐഷുവിൻ്റെയും ഹബീബ് ഉസ്താദിൻ്റെയും പിണക്കം മാറുമോ? അതെല്ലാം അറിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.